ചോകറ അല്ലേ? ചായ കുടിച്ചിട്ടില്ല. രാവിലെ തന്നെ എവിടുന്നോ ഒരു മുട്ടായിട്ട് എന്തായിരുന്നു തന്നേ? അബിത്താട്ടൻ. അവൾക്ക് കുറേ താട്ടന്മാരുണ്ട്. താട്ടന്മാർ കൊടുത്ത മുട്ടായി ഇറങ്ങിയിട്ടില്ല. ഇറങ്ങണുള്ളൂ. ചായ കുടിക്കാൻ ചായക്ക് റെഡിയാക്കി വെച്ചിട്ട് 9:30 ആയിരുന്നു. ഇന്നലെ ഞാൻ രാത്രി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് രാത്രി കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് വന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് 1 മണി റേഞ്ചിക്കൊക്കെ പോയി. പിന്നെ ഉറങ്ങി. 5-6 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ. അങ്ങനെ ഉറങ്ങി. എണീറ്റപ്പോഴേക്ക് നേരം വഴുകി. ഇപ്പോൾ പോവാം. നല്ല വെയിലാണ് ഇന്നും തന്നെ. മഴയൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് മഴ പെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെയാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. അതിന് ചായ അടിച്ചിട്ട് നമുക്കിവിടെ ഇറങ്ങാം അല്ലേ? ചായ അടിക്കല്ലേ? ഈ മുട്ടായി എന്നത് ചായ അടിച്ചാൽ ഓക്കെ. ടാറ്റ, ബൈ ബൈ. ബൈ. ആണെങ്കിൽ ആര്യൻ്റെ സ്റ്റോപ്പ് എത്തി. ആര്യനെ ഇറക്കി നമ്മളിനി അങ്ങാടി. ഇന്ന് സത്യം പറഞ്ഞപ്പോ പുഴയില് വെള്ളമൊക്കെ നല്ല തെളിവുണ്ടാവും. ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോരാൻ നേരമായപ്പോഴൊക്കെ നല്ല തെളി ഉണ്ടാവും. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും ഓട്ടോ ഓടും. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ നമ്മള് ഓടല് നിർബന്ധമാണ്. ഒരു ദിവസം തന്നെ മുഴുവനായിട്ടും പറ്റൂല. ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഞാൻ സാധാരണ. പിന്നെ അതേ ലീവ് ആക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ലീവ് ആക്കും, അല്ലെങ്കിൽ ഉച്ച വരെ ലീവ് ആക്കും. ഫുൾ ലീവ് ഞാൻ എടുക്കാറില്ല. ഫുൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ വെറുതെ അന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ നഷ്ടപ്പെടുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കോൺക്രീറ്റ് കഴിഞ്ഞു കിട്ടും. നല്ല എന്താ അപ്പൊ സൈഡൊക്കെ നല്ല വൃത്തിയായി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത്. ഇനി വെള്ളം നിൽക്കുന്ന പ്രശ്നമല്ല. അതുപോലെ തന്നെ ചെളി ഉണ്ടാവില്ല. ഇപ്പൊ കോൺക്രീറ്റിങ് കഴിഞ്ഞു. ആ സൈഡും ചെയ്തിട്ടുണ്ട്. 2 സൈഡും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാല്ലേ? ഈ അൽഫ ഓട്ടർഷ. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വാങ്ങുന്ന വണ്ടിയാണ് ഈ ചെറുവണ്ടി. ചെറിയ വണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അപ്പൊ ഈ ചെറിയ വണ്ടി ആവുമ്പോ വലിയ വണ്ടികൾ ഇപ്പോ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ള വലിയ വണ്ടികൾ ഒന്നില്ലെങ്കിൽ ബജാജിന്റെ മാക്സിമ, അല്ലെങ്കിൽ പിന്നെ ആപ്പയാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ അൽഫ ഇല്ല എന്നല്ല. അപ്പൊ അതിലൊരു അൽഫ പോകുന്നു. പോകുന്നൊരു അൽഫയാണ്. അൽഫ കുറച്ചുകൂടി വലുതാണതാ. ഒരു അൽഫ, അടുത്ത അൽഫ, രണ്ടാമത്തെ അൽഫ. അതാ പറഞ്ഞ അൽഫ ഇല്ല എന്നല്ല. പക്ഷേ അത് ചിലപ്പോ വാണിയമ്പലത്തെ വണ്ടിയാവാം. വണ്ടൂരങ്ങാടി ഞങ്ങളുടെ ലൈനിലില്ല. നമ്മളെ വണ്ടൂരങ്ങാടിയിൽ ഞങ്ങൾക്ക് ഇവിടെ സെൻട്രലായിട്ട് 5 സ്റ്റാൻഡുകളുണ്ട്. അപ്പൊ ഈ 5 സ്റ്റാൻഡിലും നമുക്ക് അങ്ങനത്തെ 5 സ്റ്റാൻഡിലത്തെ കാര്യങ്ങളറിയില്ല. നമ്മുടെ സ്റ്റാൻഡിലാണെങ്കിൽ അൽഫ ഒരു വണ്ടിയേ ഉള്ളൂ. ആ ഒരു വണ്ടി എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. മുപ്പർക്ക് വേറെ പരിപാടിയൊക്കെ. അപ്പൊ ഇന്നേത് അൽഫ മോശമായതുകൊണ്ടല്ല. ഇവിടെ എല്ലാവരും ചെറുവണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ ഡ്രൈവർമാരും. അതുകൊണ്ടാണ് അൽഫ മോശം വണ്ടി എന്നല്ല അറിയണം. അൽഫ ഇഷ്ടം പോലെ ഉണ്ടാവാം, ഉണ്ട്. നല്ലൊരു കമ്പനി ആവാം. എന്തോ ഞാൻ ഉപയോഗിച്ചില്ല വണ്ടി. അപ്പൊ അങ്ങനെ ഒരു 10 മണി ആയപ്പോഴേക്ക് നമുക്ക് കഴിഞ്ഞിട്ടും കിട്ടിയേക്കണേ. അപ്പോ സ്റ്റാൻഡിക്ക് തന്നെയാണ്. എന്താ പറയാ, ഇവിടെ ഇങ്ങനെ നന്നായി നിർത്താൻ നിൽക്കാം. ഇവിടെ സിഗ്നലൊന്നുമില്ല. നമ്മൾ എല്ലാം ഇങ്ങനെ പോവാ. കുറെ ആളുകൾ ചോദിക്കുന്നു സ്കൂൾ ട്രിപ്പ് എടുത്തൂടെ എന്ന്. ഈ സ്കൂൾ ട്രിപ്പിന്റെ വിഷയം എന്താ പറയാ, ഞങ്ങൾക്ക് നമ്മള് ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ സ്കൂൾ ട്രിപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് യാത്ര ഒന്നും പോകാൻ വേണ്ടി പറ്റില്ല. അതൊന്ന്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഓട്ടമില്ല. ഞാൻ ആ നേരത്ത് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പോയി. ആ നേരത്തെ പോയിട്ട് പിന്നെ ഞാൻ വരുന്നത് 5 മണി ആ നേരത്തേക്ക്. പക്ഷെ ഇത് സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വമാണ്. കുട്ടികളെ സ്കൂള് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കൂടെ ആയിരിക്കും കുട്ടികൾ. നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി പോകേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ യാത്ര പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ വൈഫിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു കല്യാണത്തിനോ ഒക്കെ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിൽ തിരിയേണ്ടി വരും. ഈ സ്കൂൾ ട്രിപ്പ് ആകുമ്പോൾ ആ ഒരു സമയം, ഈ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയം, സ്കൂൾ വിടുന്ന സമയം, ഈ 2 സമയം നമ്മൾക്ക് ഒരു പരിപാടിക്കും തിരിയാൻ വേണ്ടി പറ്റില്ല. അതാണ് സ്കൂൾ ട്രിപ്പ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം. അപ്പോ
ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സംഭവം ശരിയാണ് നമുക്ക്. പിന്നെ അത് മാത്രല്ല, പിന്നത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറുവണ്ടിയാണല്ലോ. ഈ വണ്ടിയിൽ മാക്സിമം ഒരു 5 കുട്ടി അല്ലെങ്കിൽ ഒരു 6 കുട്ടി, ചെറിയ കുട്ടികളാണെങ്കിൽ 5-6 കുട്ടികളാകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ മാതിരി കൂലി വെക്കാത്ത വിഷയം അപ്പോഴും വരും. വലിയ വണ്ടിയാണ്. വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാ ഈ പോകുന്നത് അത് അൽഫയായിട്ട് പോകുന്ന ഇന്നിപ്പോ അൽഫാനെ കൊണ്ട് ചെറിയ കളിയായി ഇവിടെ. അപ്പൊ അത്തരം വലിയ വണ്ടികളാകുമ്പോൾ ഒരുപാട് സീറ്റ് നമുക്ക് അതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കുട്ടികളെ കൊണ്ടുപോകും. അതായത് നമുക്കൊരു മിനിമം ഒരു 8-9 കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഒമിനി ടാക്സി ആക്കിയിട്ട് സ്കൂൾ ട്രിപ്പ് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒമിനി ടാക്സി ആക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ പണി, അത് ഇനിയിപ്പോ ടാക്സിയിലേക്ക് കിട്ടുമെന്നറിയില്ല. 2007 മോഡലല്ലേ, അത്രയും താഴ്ന്ന മോഡലാ ടാക്സിയിലേക്ക് കിട്ടൂല. ടാക്സിന്നും മാറും, പ്രൈവറ്റ് ആകുക. അത് ടാക്സി ആവാൻ സാധ്യത കുറവാണ് ഒന്ന്. പിന്നെ ഇനി ആക്കണേ തന്നെ നമുക്കത് വലിയ ചെലവാ. അതിന്റെ പെയിന്റ് കാര്യങ്ങളൊക്കെ മാറ്റി അത് പേപ്പർ വർക്കൊക്കെ ചെയ്ത് എടുത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒരു 10-20 റുപ്യോളം അതിന് കാണണം. അതിന് മാറി. അപ്പൊ അത് പിന്നെ ഇപ്പോ കഴിഞ്ഞില്ല 2 വീഡിയോ മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ട് ഹോട്ടലില്ല പറയുന്നത്. കുറെ പേർക്കൊക്കെ ചടച്ചു തുടങ്ങി. ഇതിപ്പോ ഈ മേഖലയിൽ ഇല്ലതല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കാര്യം തീരുമാനിച്ചു, ഓർഡറിനെ ഞാൻ അങ്ങോട്ട് പറയണില്ല. അത് പറയാത്തൊരു വീഡിയോ ആയിക്കറിയത്. ഇതിപ്പോ കഴിഞ്ഞിട്ടും കിട്ടി 30 റുപ്യ. എത്ര റുപ്യ കൂടി എന്നുള്ള കണക്ക് ഞാൻ പറയുന്നില്ല. അത് നമ്മളിങ്ങനെ പോകുമ്പോ ഇത്ര റുപ്യന്റെ ട്രിപ്പ് കിട്ടി എന്ന് മാത്രം പറയാം. അപ്പൊ നോക്കി നിങ്ങള് എന്താ അവസ്ഥ എന്നാ പറയാറ്. മനസ്സിലായോ? ഇത്ര സമയം കൊണ്ടൊന്നും പറയുന്നില്ല, ഒന്നും പറയണില്ല. അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊരു ദരിദ്ര വീഡിയോ ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. 2 ദിവസം അടുപ്പിച്ച് അങ്ങനെ ആയി. അപ്പൊ ഞാൻ തന്നെ ആകെ എന്താ പറയാ, എന്റെ മനം ചത്തുപോയി. 23 ഫസ്റ്റ് ഗ്യാപ്പിലാണ് നമുക്ക് നല്ലൊരു ട്രിപ്പ് വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. അവിടെ കിട്ടി കഴിഞ്ഞാലേ ഇന്നത്തെ ദിവസം തന്നെ മാറും. പൊളിക്കും. നോക്കട്ടെ. ഒരു ട്രിപ്പ് കിട്ടിട്ടാ. നമ്മള് ഫസ്റ്റ് ഗ്യാപ്പിൽ വല്ലാതിരിക്കേണ്ടി വന്നില്ല. നമുക്ക് ട്രിപ്പ് കിട്ടി. എന്താ പറയാ, ചിലപ്പോ അങ്ങനെയൊക്കെയാണ്. രസമാണ് പരിപാടി. ഇതിപ്പോ ഞാന് എന്താ പറയാ, എങ്ങനെയൊക്കെ ആയാലും നമ്മൾക്ക് ഈ ഒരു പണി നിർത്താൻ വേണ്ടി ഒന്നും കഴിയില്ല ഒറ്റയടിക്ക്. ഈ പണീനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇത് എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പണി നിർത്താൻ കുറച്ച് പണിയാണ്. ഏതായാലും ഞാന് ഒരു തീരുമാനം, അതായത് ഒന്നുമല്ല, ഇപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യം, നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടം കിട്ടും എന്നുള്ളതാണ്. അത് നടക്കൂലെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ഇപ്പൊ നിങ്ങളെല്ലാവരും പറയുന്ന സ്ഥിതിക്ക് നമുക്ക് നേരത്തെ നാളെ തൊട്ട് നമ്മൾക്ക് 6 മണിക്ക് സ്റ്റാൻഡിൽ എത്തുന്ന രീതിയിൽ, അധികം നേരത്തെ അല്ല, ഒരുപാട് നേരത്തെ അല്ല, ഒരു 7 മണി 8 മണി ആ റേഞ്ച് അല്ലതാണ്. ഒരു 6 മണിക്ക് നമുക്ക് സ്റ്റാൻഡിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇറങ്ങി നോക്കാം. ഒരാഴ്ച നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാലോ. എന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇല്ല എങ്കിൽ നമ്മൾക്ക് ഇപ്പീ പോരുന്നത് പോലെ തന്നെ പോരാ. എങ്ങനെ ഉണ്ടാവും? അതാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാക്കി കൊടുക്കാൻ ചില്ലറില്ല. അപ്പൊ നമുക്ക് 200 ചില്ലറാക്കാം. അതിനാദ്യം 100 250 ചോദിച്ചാ പൈസ ബായ് ഒരു 250 ഉണ്ടോ? അല്ല 10 രൂപ എന്നാലും മതി. വീഡിയോ എന്തിനൊരു തെളിവാണ്. ഇപ്പം എത്ര 80 100. താങ്ക് യു. പിന്നെ കിട്ടണ്ട നമ്മൾ ചില്ലറ. അപ്പോൾ 20ൻ്റെ നോട്ടായി. ഇനി 250 കിട്ടേണ്ടത്. അതാര് തരും? ഇതിലാളില്ല. ഗ്യാസ് അരിയേട്ടാ 250 തരുമോ? ജാഗ അല്ലേ? ചില്ലറല്ല. അപ്പോൾ ചില്ലറക്ക് വേണ്ടി നടക്കുന്ന തരുമോ? ആരാന്നാലും മന്തി. ചില നേരത്തെ ചില്ലറേ ഭയങ്കര ഷോർട്ടാക്കുകയാണ്. അങ്ങനെ മതി, എങ്ങനെയായാലും മന്തി. ഓക്കെ.
ഓക്കെ താങ്ക് യു. ആയിക്കോട്ടെ, എല്ലാത്തിനും തെളിവ് വേണ്ട. നമ്മൾ ചില്ലറ എത്തി 200 നമ്മൾ ചില്ലറ ആയിക്കോട്ടെ. അപ്പോൾ ഇനി നമ്മുടെ മുന്നത്തെ വണ്ടി പോയതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചില്ലറാക്കുന്ന ഗ്യാപ്പിൽ അവിടെ നിന്ന് ട്രിപ്പ് എടുത്ത് പോയി. കണ്ടങ്ങൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഇല്ലാന്നാണെങ്കിൽ പോകും. ഇവിടെ വലിയ ഗ്യാപ്പൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ കടകൾക്കൊക്കെ ഗ്യാപ്പ് കൊടുക്കും. അതുപോലത്തെ ഗ്യാപ്പുകളിലൊക്കെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഒരു വണ്ടിൻ്റെ ഗ്യാപ്പ് കൊടുക്കും, അവർക്കും കച്ചവടം കിട്ടണ്ടേ. ചില്ലറേ ഇതിൽ വേറൊരു വിഷയം ഉണ്ടായി. അധികവും നമ്മൾ കിട്ടിയത് 20ൻ്റെ നോട്ടാണ്. അപ്പോൾ 10ൻ്റെ ആവശ്യം വരുമ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ ചില്ലറ എപ്പോഴും വേണം, നമ്മുടെ കയ്യിൽ എപ്പോഴും ചില്ലറ വേണം. ഞാനിപ്പോൾ എന്താ വെച്ചാൽ 1-2 ദിവസം പരിപാടി മോശമായിരുന്നല്ലോ, അതുകൊണ്ട് ചില്ലറ വന്നിട്ടില്ല. അല്ലെങ്കിൽ ചില്ലറ എല്ലാം കിട്ടും നമുക്ക്. ഞാനൊക്കെ ഒരു 10-20 റുപ്യ ചില്ലറ എടുത്ത് വെക്കലാണ്. ഇതിപ്പോൾ ഇന്ന് ചില്ലറ നമ്മളിപ്പോൾ 2 ട്രിപ്പ് അടുത്ത് ആ 2 ട്രിപ്പിൻ്റെ പൈസ നമ്മൾ നമ്മുടെ പോക്കറ്റിലാക്കണം. അതിന് ഈ ഒരു 2-20 2-10 ഇത് നമ്മൾ നമ്മളെ പോക്കറ്റിൽ, കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കിയുള്ള പൈസ നമ്മൾ നമ്മളെ പേഴ്സിലേക്ക് നടക്കും. അവിടെ കിടക്കട്ടെ. അപ്പോൾ പേഴ്സിനൊരു കനായി ചെയ്തു ചില്ലറാകുമ്പോൾ 3 ട്രിപ്പ് എടുത്തു മൊത്തം. 3 ട്രിപ്പ് എടുത്താണ്ട് വണ്ടി തള്ളിക്കൊണ്ടിരിക്കുവാണ്. ഒരുപാട് വണ്ടികൾക്ക് ബാക്കിലാണ് ഞാൻ. ഇവിടെ നനച്ചോ, കോൺക്രീറ്റിങ്ങൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ. നനയൊക്കെ നടക്കുന്നുണ്ട് ഷെയറായിട്ട്. കൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങാടി മൊത്തത്തിലൊരു കാലിയാണ്, കാലി. ഞാനിവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17ാമത്തെ 17ാമത്തെ വണ്ടിയാണ് നമ്മൾ. നല്ല വെയിലിട്ടെന്ന്, പെരും വെയിലാണ്. അതാണ് നമ്മളെ ഫോസിൻ്റെ നല്ല പ്രേക്ഷകനാണ്. ഇവരൊക്കെ നമ്മൾ യാത്ര പോകുമ്പോഴേ വീഡിയോ കാണുള്ളൂ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ യാത്ര പോവുകയാണെങ്കിൽ പറ്റുന്നുണ്ട്. നമ്മളിത് വെറുതെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ, അതിന് നല്ല ചിലവാണ്. അപ്പോൾ ആ ഒരു ചിലവ് അത് കിട്ടണമെങ്കിലേ ഇവിടെ ഓടാൻ നല്ലത് വേറെ ഒന്നും വരത്തില്ല. അന്ന് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ചിലവാണ്. ഇത് ഒരു കാർഡ്, ബാണാപുരം നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബാങ്കാണ്. അപ്പോൾ ആ ഒരു ബാങ്കിൽ നിത്യപിരിവാണ്. ഇതിൽ പൈസ ആയിട്ട് വേണം നമുക്ക് യാത്ര പോകും. ഇതിപ്പോൾ ഇങ്ങനെ ദിവസങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു 140 180 ദിവസം ഉണ്ട്. ഈ 180 ദിവസം നമ്മൾ 100 റുപ്യ വെച്ച് അടക്കുകയാണെങ്കിൽ സംഖ്യയായി. അതിലിപ്പോൾ എല്ലാ ദിവസവും അടക്കാൻ വേണ്ടി പറ്റാറില്ല. അപ്പം 3 ദിവസമായി ചേച്ചിനെ കണ്ടത്. ഞാനിപ്പോൾ കൂടിയിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഇതിൽ 100 രൂപ. അതാ നമ്മളാകെ 100 റുപ്യ അടച്ചിട്ടുള്ളൂ. 100 റുപ്യ അടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുന്ന് ചേച്ചിനെ കാണില്ല. നമ്മൾ പിന്നെ നമുക്കറിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് പറ്റണില്ല. ഏതായാലും തുടങ്ങിയിരിക്കണതിൽ കൂടിയിരിക്കണമെങ്കിൽ എന്നാണ് അതിന് പൈസ ഒക്കെ അറിയില്ല. അതായിട്ട് വേണം നമുക്ക് യാത്ര. അതെ, 4ാമത്തെ ട്രിപ്പ് എടുത്തുട്ടോ. 4ാമത്തെ ട്രിപ്പ് എടുത്ത് വീണ്ടും സ്റ്റാൻഡിൽ വെച്ച് പോവുകയാണ്. കോമഡി എന്താ പറയുക ഞങ്ങൾക്ക്, നേരത്തെ നമുക്ക് 20 റുപ്യ കൂടുതൽ കിട്ടിയത്. എല്ലാവരും 20 രൂപ വരുന്നത്. ഇപ്പോൾ 10 തൊട്ടില്ല. ഇപ്പോൾ 10 തൊട്ടില്ല. അത് ഇല്ലറാക്കാം. അങ്ങാടിയിലെത്തിയാണ്. അങ്ങാടിയിലെത്തി സ്റ്റാൻഡിക്ക് തിരിച്ചിടാം. ചെങ്ങന്മാരെ ഒരു ലോക്കൽ പോകുന്നതാണ്. ഒരു ലോക്കൽ പോകുന്നപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചില്ലറ ഉള്ളു കൊടുക്കേണ്ട ഒരവസ്ഥ. ഇതുണ്ടെങ്കിൽ ഒരു 100 റുപ്യ ഇപ്പോൾ ഇവർ തന്നതാണ്. മഷിയാണ് ഇതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും മഷിയാണ്. അപ്പോൾ ഈ നോട്ടൊക്കെ എല്ലാവരും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കട്ടോ. അപ്പം ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിയതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു, ഈ നോട്ട് പോവില്ല, ബുദ്ധിമുട്ടാണിത് പോവാൻ, മഷി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇതങ്ങനെ ആരും എടുക്കൂലേ, നമുക്ക് അനുഭവം ഉണ്ട്. നമ്മൾ ഇതേപോലെ ലാവിഷായിട്ട് 100ൻ്റെ നോട്ടാണെങ്കിലും 200ൻ്റെ നോട്ടാണെങ്കിലും ഒക്കെ എടുക്കും. പക്ഷേ എങ്കിൽ പിന്നെ അത് കയ്യിൽ നിന്ന് പോകാൻ കുറച്ച് പണിയായിരിക്കും. അപ്പൊ ഞാന് അവരുടെ കയ്യിൽ വേറെ പൈസ അല്ല, പിന്നെ ഉള്ളത് 500ൻ്റെ നോട്ടാണ്. ഈ 500 ചില്ലറ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലെ മൊത്തം പൈസയും പോകും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ 100 തന്നെ വാങ്ങി. അപ്പൊ നമ്മളെ ഡെയിലി ചേച്ചി നമ്മളിന്ന് 100 രൂപ കൊടുത്തല്ലേ ചേച്ചിക്ക്. അപ്പൊ അതുപോലെ നാളെ ചേച്ചി വരുമ്പോ നാളെ ചേച്ചി കൊടുത്തോക്കാം ബാങ്കിക്ക്. അപ്പൊ അങ്ങനെ ആകുമ്പോ
ഇത് പോവായിരിക്കാം എന്നാണ് കരുതുന്നത്. ഇല്ലാന്നാണെങ്കിൽ അത് എങ്ങനെയും പോയിച്ചു. പക്ഷെങ്കിൽ നമുക്ക് ഒരാളെ പറ്റിക്കാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ബാങ്കിലോ അങ്ങനെ എങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഈ സ്ത്രീകൾ വണ്ടി വിളിക്കുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അവര് പൈസ നമുക്ക് തരാം, ഒരു 100 നോട്ട് അവരുടെ കയ്യിൽ അവര് പരമാവധി ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ടുണ്ടാവും. ഇത് പിന്നെ നമ്മൾ നിർത്തി നോക്കുമ്പോൾ അവരെത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. അവരങ്ങനെ തരുള്ളൂ, അവര് നോട്ട് നിർത്തി തരില്ല. പക്ഷെ നമ്മുടെ ആണുങ്ങളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ അവര് നോട്ടൊക്കെ നിർത്തി നല്ല വൃത്തിക്കേ തരുള്ളൂ. എന്താ മുന്നിൽ വല്ല വണ്ടി ഉണ്ടോ? അത്ഭുതം, സ്റ്റാൻഡിൽ വണ്ടി കുറവ്, അത്ഭുതം. ഇതാണ് അത്ഭുതം. എന്താ ഈ വണ്ടികളൊക്കെ റെങ്കായിട്ട് വെച്ചാ ഓടാൻ പെരുറങ്കന്ന് നോട്ടണ്ടേ പൊളിയാ കൊള്ളാം. അതാ ഞാൻ ലോക്കലെടുത്ത് വന്നപ്പോഴേക്ക് വണ്ടി കൂടി, നമ്മളൊരു 11ാമത്തെ വണ്ടിയായി. എന്താ ചെയ്യാ, പറഞ്ഞൊരു 10 രൂപ ഇട്ടിട്ട് നമ്മള് പോന്നപ്പോ മടക്കം 10 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ ഇപ്പൊ പോയ ആള് നമുക്ക് പൈസ ഇങ്ങനെ ചുരുട്ടിയാണ് തന്നത്. സാധാരണ അങ്ങനെ ആളുകൾ തരാറില്ല. ഇപ്പൊ എന്താ പറ്റിയാവോ, അത്ര അർജന്റ് തന്നാവും. ഇപ്പൊ ആദ്യം തന്നെ പൈസ തന്നേക്കും. ഇപ്പൊ പോയ ട്രിപ്പേ ഫസ്റ്റ് തന്നെ പൈസ തന്നു. സമയം 12:55 12:55. നമ്മളിന്ന് ചായ കുടിച്ചിട്ടില്ലല്ലോ. ചായ കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വിശപ്പുണ്ട് നല്ല. 12:55 1 മണി. അപ്പൊ ഈ വിശപ്പ് കാരണം എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ പിന്നെ പരിപാടി നടക്കൂല. അങ്ങനെ നാടിന്റെ അടുത്തേക്ക്, അത് വീടിന്റെ അടുത്തേക്ക് തന്നെ ട്രിപ്പ് കിട്ടിയുള്ളൂ. അപ്പൊ ഇനി നേരെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതായത് നമ്മള് വെയിറ്റിംഗ് ഒന്നുമില്ല, കിടന്നുറങ്ങുന്നില്ല, ഒന്നുമില്ല. നേരെ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇറങ്ങും. ആ ഒരു പരിപാടിയാണെന്നുള്ളത്. ചില്ലറാക്കി നോക്കുമ്പോൾ ഫുള്ള് ചില്ലറായി, പിന്നെ അങ്ങോട്ട് കിട്ടിയതൊക്കെ ചില്ലറ. അങ്ങനെയുണ്ട് ഇതിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ ബാക്കി കൊടുക്കാൻ പൈസ ഉണ്ടാവലുണ്ടോ. അത് ഈ ചില്ലറിൻ്റെ വിഷയമായിരുന്നുള്ളൂ. അല്ലാത്ത വിഷയം പറഞ്ഞാൽ നമ്മൾ ചില്ലറ ആക്കും, ആളുകൾ ചില്ലറ ആക്കി തരും. അല്ലെങ്കിൽ നമ്മൾ ആളുകൾ പറയും ഇല്ലാന്നാണ് നമ്മൾ ചില്ലറ ആക്കും. ചില്ലറ എങ്ങനെയല്ല, പിന്നെ ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ വിഷയമല്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചവരെ കൂടിയത്. ഇത് എത്ര ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇന്നെല്ലാ കണക്കും രാത്രിയിലാണ്. എന്നോട് ഞാൻ പറഞ്ഞു ചെരുപ്പിടാതെ ഈ വെയിലത്തേക്ക് വരരുത് കേട്ടോ. കാൽ ചൂടുണ്ടാവും, നടക്കാൻ കിട്ടും. പോട്ടെ, നടക്ക്. ചോറുന്നാനേ, ഇത് ചോറുന്നോ? കഞ്ഞി കുടിച്ചോ? ചോറിനെന്നോ? അപ്പൊ കറി ആയിട്ടില്ല പറഞ്ഞു. കറിയായോ? പപ്പടോ? ചൂപ്പ് ഉടുപ്പൊക്കെ ഇട്ടാണ്ടേ. കറി ആയിട്ടില്ല പോലെ. മീൻ ഇതവിടെ പൊരിയണം, പിന്നെ കറി ആയിട്ടുണ്ട്, മീൻ പൊരിക്കണം. ഇത് വെറും പപ്പടം കൂട്ടിയ ചോറുന്ന്? വെളിച്ചെണ്ണയും പപ്പടോ? വെളിച്ചെണ്ണ ഉപ്പും പപ്പടം അല്ലേ? നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളങ്ങനെ കഴിക്കാറുണ്ട്. ഓക്കും അത് ഇഷ്ടമുണ്ട്. അത് വലിയ രസമാണ് അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. പാട്ടൊക്കെ ഓഫാക്കിയോ? ഇതൊരു പാട്ട് പാടിക്കാം. അവിടെ നിന്ന് പാട്, അവിടെ നിൽക്ക്. കുഞ്ഞാട്ട് ഇറങ്ങിയിട്ട് പാട്, എന്നിട്ട് കയറേ കാണൂല. പാടട്ടെ. കുഞ്ഞിന്റെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. ഇതാര് പറഞ്ഞതാ? ഇതെന്നെ പറഞ്ഞതാ? ഈ പാട്ട് ആരാ എനിക്ക് പഠിപ്പിച്ചന്ന്? അതാണ് ഞാൻ ചോദിച്ചത്. അംഗനവാടിത്തെ ടീച്ചർ അല്ലേ? ഓക്കെ, അംഗനവാടിത്തെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ മീനും കൂടി പൊരിയട്ടെ, മീനും കൂടി പൊരിഞ്ഞിട്ട് നമ്മൾ ചോറ് തിന്നും. ഇപ്പൊ പൊരിയും. അതന്നെ പറഞ്ഞത്. ചോറിനോ?
ചോറിനാനിപ്പോ തന്നെ കഴിക്കുന്നു. ചോറ് ഞാനാ കഴിക്കണേ. ചോറ് തിന്നിട്ട് ഇപ്പൊ തന്നെ പോകും ഞാന്. ഇപ്പൊ തന്നെ പോകും. ആ എന്താ പപ്പ കഴിക്കണ്, ചോറ് കഴിക്കണ്. പപ്പടം ചോറ് തന്നെ ഉള്ളല്ലോ, മീന് വേണ്ടേ? മീന് പൊരിച്ചാട്ടേ. ആ എന്നാ വേഗം പൊരിച്ച്. ഞാനാണ് പൊരിച്ചത്. പിന്നെ ഞാനാണ് എന്താ അമ്മേക്കത് പൊരിച്ചത്. എൻ്റെ അമ്മയെ പൊരിച്ചണേ. അപ്പൊ അനക്കിതൊന്നും പഠിച്ചണ്ടേ? വലിയതായിട്ടുണ്ട്. വലിയതായിട്ടില്ലേ? കുറേ വലിയതാണ്. ആ അതായത് ആ സ്വിച്ചുമ്മക്ക് എത്തണം അല്ലേ? ആ ഓക്കെ. 1 മണിക്കാണ് വീട്ടിൽ പോയത്. അതായത് 12:55 നമ്മൾ വീട്ടിൽ പോകുന്നത്. ഇപ്പൊ കറക്റ്റ് 1:30 ആയി. 1:30ക്ക് നമ്മൾ എന്താ പറയാ വീണ്ടും സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഈ വെയിലത്തുള്ള പരിപാടിയാണ്. റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റും. കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 10 ഉറുപ്പ്യ കിട്ടണമെങ്കിലേ നല്ല നയിപ്പാണ്. അപ്പോൾ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് അതിന് നിന്നില്ല. നേരെ ചോറിന വേറെ 1/2 മണിക്കൂർ സമയം നമ്മൾ ചിലവാക്കിയിട്ടുള്ളൂ. ചോറിനപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പ് കൊടുക്കാം. ചെങ്ങന്മാരെ ഇപ്പോൾ ഉള്ളത് വാണിയമ്പലം അപ്പുറം. വാണിയമ്പലം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് 3 കിലോമീറ്റർ ആണ്. അവിടുന്ന് പോകുന്നത് 4 കിലോമീറ്റർ ദൂരമാണ് ഇപ്പം ഞാൻ പോകുന്നത്. 4 കിലോമീറ്റർ ദൂരത്തേക്ക് പോരുമ്പോൾ നമുക്ക് ഏതാണ്ട് വരുന്ന ചാർജ് 90 രൂപ. അതായത് 4 കിലോമീറ്റർ 4.2 4.2 കറക്റ്റ് 90 രൂപയായിരിക്കും. അത് നോക്കൊന്നും വേണ്ട. അതായത് 4 കിലോമീറ്ററും 200 മീറ്ററും അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ അതവിടെ കൊണ്ടുവിട്ടിട്ടുള്ളൂ. കൊണ്ടുവിട്ടപ്പോൾ 4 കിലോമീറ്റർ ആയതുകൊണ്ട് കൊണ്ടുവിടണതിന് 90 രൂപ. അത് വാങ്ങി പോന്നു. ഇപ്പം ഈ ആളുകൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? ബാക്കിൽ ആളുകളില്ല, അവരവിടെ ഇറക്കിയിട്ടുള്ളൂ. അതിനാണ് 90 രൂപ കേട്ടോ. ഇനിയിപ്പോൾ അവർ റിട്ടേൺ ഉണ്ട്, അങ്ങാടിക്ക് തന്നെ പോരുന്നുണ്ട് എങ്കിൽ അത് 90 മാറി 120 രൂപയാവും. അപ്പോൾ 4 3 12, അതായത് 4 30, 1 കിലോമീറ്റർ 30 രൂപ വെച്ചാവും വരിക. ഏതായാലും ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കറക്റ്റ് 1 മണി വെച്ചേ 2 മണിക്ക് നമുക്ക് 2 മണിക്കല്ല 1:57 നമ്മൾ ഈ ഒരു ട്രിപ്പ് എടുക്കുന്നത്. ഇപ്പൊ 2:07 അതായത് 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് കൊണ്ട് ട്രിപ്പ് ഇറക്കിട്ടു. ഇനി റിട്ടേൺ വണ്ടൂരിലേക്ക് 10 മിനിറ്റ് കൂടി. അപ്പൊ 20 മിനിറ്റോളം നമുക്ക് സമയം ഈ ട്രിപ്പിന് വേണ്ടി എടുക്കുന്നുണ്ട്. 90 രൂപയാണ് നമുക്ക് കിട്ടിയത്. 2 ഭായിമാരെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു പണി കയറി വരിക, ഓരെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിട്ട്. ഇവിടെയാണോ ചായ? അപ്പൊ നമ്മൾ 30 രൂപ പോയിന്റ് കഴിഞ്ഞു കേട്ടോ. 40 രൂപ പോയിന്റ് എത്താനായി. കുറച്ച് ദൂരം കൂടി പോയാൽ 40 രൂപ പോയിന്റ്. ഇവിടെ ചില്ലറല്ല. ഓക്കെ അല്ലേ? 40 രൂപ പോയിന്റ് ആണ്. 10 വണ്ടി വെയിറ്റ് ചെയ്തതാണ് നമുക്കൊരു. പക്ഷെ എങ്കിലും ഓക്കെ അല്ലേ ചോദിച്ചപ്പോ 6. നമ്മളൊന്നും വാടക ഏറെ തന്നെ വാങ്ങലില്ല, ആരെടുക്കും. 3-5 നേരാണ് ചെങ്ങന്മാര്. ഈ നേരത്തിലൊരു വെയിലെന്ത് ചെയ്തില്ല, നമുക്ക് ഇവിടെ മുന്നിൽ ഇരിക്കാൻ പോലും പറ്റണില്ല, അത്രാണ്ട് വെയിൽ. അപ്പൊ കണ്ടോ താഴത്തേക്കൊക്കെ വെയിലാണ്, ചൂട്ട് പുകയാണ്. ഇതാണെങ്കിൽ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ആൾക്കാർ വിളിക്കില്ല. ആ ട്രിപ്പ് മുന്നിക്ക് പോകുമ്പോൾ മുന്നത്തെ ഓട്ടോക്ക് പോകും. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. ആളില്ല, ഇരുന്ന് വെയിൽ കൊള്ളുക. അതായത് 3:10 ആയ നേരത്ത് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടി. ട്രിപ്പ് കിട്ടിയത് അമരമ്പലം ഭാഗത്തേക്കായിരുന്നു. അതായത് എന്താ പറയാ, നമ്മൾ ചൂണ്ടയിടാനൊക്കെ വന്നിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്കായിരുന്നു.
അമരമ്പലത്തിക്കട എത്തണ്ട. ഇത് എന്താ പറയാ 7.5 കിലോമീറ്റർ, 7.5 കിലോമീറ്ററിനെ തികയില്ല, 7 കിലോമീറ്റർ കഴിയും. അപ്പൊ 160 ഉറുപ്പ്യാണ് കറക്റ്റ് വരിക. ആളിറക്കി പോവാണ് 160 ഉറുപ്പ്യ. അവർ 500 നോട്ട തന്നത്. നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ 500 ചില്ലറേ ഉള്ളൂ. 500 ചില്ലറ അവർക്ക് കൊടുത്തു. ഇനിയിപ്പോ അങ്ങാടിയിലെത്തിയിട്ട് ചില്ലറയാക്കാം. അങ്ങനെ ഇപ്പൊ ഇന്നൊരു 150 ഉറുപ്പ്യന്റെ ട്രിപ്പ് വരെ കിട്ടിയറിയാ. അതിശയകരമായിട്ടുള്ള കാര്യമാണ്. വാണിയമ്പലം ഗേറ്റ് അളവിന്റെ ബ്ലോക്കാണ്. ടൗണിൽ നിന്ന് ഇപ്പൊ ഒരു 1/2 കിലോമീറ്ററിനടുത്തേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ. അതായത് ഞാൻ തന്നെ അരമണിക്കൂറോളം അവിടെ കുടുങ്ങിയിട്ടാണ് പോരുന്നത്. നമുക്ക് പമ്പിലൊന്ന് കയറാം. നമ്മുടെ കയ്യിലുള്ള 500 നോട്ട് ചില്ലറയാക്കാം. ചില്ലറയാക്കാന്ന് പറഞ്ഞാല് ഒരു 200 ഉറുപ്പ്യന്റെ എണ്ണ അടിക്കാം. അപ്പോ ബാക്കി 300 കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാകാം. ഇതൊരു BS6 വണ്ടിയാണ്. അഖിലേ, അഖിലിന്റെ വണ്ടി. ഇതിന് എത്ര മൈലേജ് ഉണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തില്? നല്ല റോഡുള്ള പോവുകയാണെങ്കിൽ ഒരു 39-41 ആ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പം അത് സെയിം ആണല്ലേ. ഇപ്പോൾ BS6 ആണെങ്കിൽ പിന്നെ ആണെങ്കിലും അത് സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താ? BS6 മാത്രമല്ല, ഇതിപ്പോൾ 2020 അല്ലേ മോഡൽ. 2020 ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? പോരായ്മയായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഇതിപ്പോ സെൻസർ ആണെന്ന് പറയുന്നുണ്ട്. സെൻസർ കേട് വന്നു, എന്നാലും വണ്ടി പോകും. സെൻസർ കംപ്ലൈൻ്റ് ആയാലും വണ്ടി പോകും. അത് പിന്നെ ഈ സെൻസർ കാരണമാണ് ഇപ്പോൾ മാർക്കറ്റ് പറയുന്നുണ്ടല്ലോ വണ്ടിക്ക്. ഇതിന്റെ സെൻസറായിട്ട് ഇതിന്റെ ഈ എന്താ പറയാ, പറഞ്ഞോ, എന്തൊരു സാധനം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു പെട്ടി. അതിന് തന്നെ ഉണ്ട് ഒരു 3500. അതായത് ആ സാധനം നാശമായി കഴിഞ്ഞാൽ 3500 ഉറുപ്പിക ചിലവാണ്. അത് പിന്നെ ഈ സെൻസർ വണ്ടിക്ക് എന്തുകൊണ്ട് മാർക്കറ്റ് പറയണ അറിയില്ല. ആ ഒരു 3500-ന്റെ കേസ് കൊണ്ടോ. സെൻസർ വണ്ടി അധികം ആർക്കും ഇഷ്ടമല്ല. ആ ഒരു 3500-ഉം പിന്നെ ഒരു 5-6 സെൻസറും കൂടി ഉണ്ട് ഇതിന്. വേറെ ചില്ലറ സെൻസർ വേറെ ഉണ്ട്. ഈ സെൻസർ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇപ്പൊ ഈ ഒരു വണ്ടിക്ക് സെൻസർ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉപകാരം എന്ന് വെച്ചാല് ബ്രേക്ക് ഓയിൽ കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, ഇൻഡിക്കേഷൻ ഉണ്ട്. ഇൻഡിക്കേറ്റർ അതൊക്കെ തന്നെ. അത് ഇതിന്റെ ഹാൻഡിലിന്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെയാണ് കത്തല്. ഓക്കെ. അപ്പോൾ ഇതൊരു BS6 വണ്ടിയാണ്. പിന്നെ BS6ലേക്ക് വരുമ്പോഴേക്ക് ഈ 2020 2019 ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും അല്ലേ? ഡാഷ്ബോർഡ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഇങ്ങനെയല്ല, ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് ഈ കളർ പോട്ടെ, പക്ഷേ ഈ ഡിസൈൻ തന്നെ ഇങ്ങനെയല്ല. പക്ഷേ കിട്ടിയാണ്ട ഈ 00 ആക്കണ സിസ്റ്റം വരണം. അതിനെക്കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? കിലോമീറ്ററിന് ഇപ്പോൾ ഇത് ഓർത്ത് വെക്കുകയാണല്ലോ, 96,000 ഓർത്ത് വെക്കും. അത് 00 ആക്കാനുള്ള സിസ്റ്റം വരണം. അതിനെക്കുറിച്ച് ഇത് വെറുതെ അല്ലേ, ഇത് വെറുതെ നമുക്ക് വർഷം ചിലവാണ്, ഉപയോഗിക്കണില്ല. പിന്നെ ഈ വണ്ടിക്ക് വെയിറ്റ് കുറവാട്ടോ, കുറച്ച് വെയിറ്റ് കുറവാണ് ആ വണ്ടിക്ക്. BS6 അതാണ് BS6. പിന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ലേ, ഞാൻ ഓനെ കണ്ടപ്പോൾ ഒന്ന് പോയി വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക ചെയ്യാണ്ട് ചെന്നാണ്. ഇത് ഞാനിപ്പോൾ ഇത് 2019 വണ്ടി. ഇത് 2020 ഫ്രണ്ടൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന ഡാഷ് കാര്യങ്ങൾ അതിനുള്ള മാറ്റം, അതുപോലെ തന്നെ അതിൻ്റെ സെൻസറിൻ്റെ ഇൻഡിക്കേഷൻ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, അതിനൊക്കെ ഈ ഒരു വണ്ടിയിൽ നല്ല മാറ്റമാണ്. ഇത് കുറച്ച് പഴയ മോഡലാണ്, 2019 1 കൊല്ലം കൊണ്ടുള്ള മാറ്റമാണ്. പിന്നെ ബാക്കിയൊക്കെ കറക്റ്റാണ്. അതായത് ഇവിടുത്തെ മീറ്റർ കാര്യങ്ങളൊക്കെ സെയിം സംഭവമാണ്. 200 ഇന്ന് ചില്ലറല്ല. നിങ്ങൾ പിന്നെ എന്ത് കണ്ട വാങ്ങി? ഒറ്റയ്ക്ക് വാങ്ങിയാലേ കജ്ജ നീട്ടി. പെരുന്നാക്കായാണ് എഴുതിയോ? പെരുന്നാക്കായി നിങ്ങൾ അമ്മക്കല്ലേ തരണ്ടേ? നിങ്ങളൊക്കെ ഗൾഫിൽ ലീവിനോടെ വെറുതെ വന്ന് കറങ്ങി നടക്കാൻ വേണ്ടി വന്നല്ലേ? ഓ, 50 നോട്ടിൻ്റെ കയ്യിലില്ലേ? ഇന്നാണെങ്കിൽ ചില്ലർക്കൊക്കെ ഇടങ്ങാറായ ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഞങ്ങളെ കൊണ്ടൊരു അങ്ങാടി അല്ല. ഉണ്ട് ആ തല തൊട്ട് തല കാണാത്ത അത്രയും ബ്ലോക്കാ. അല്ല, നിങ്ങളൊരു പൈസല്ലേ ഫുള്ള് വെക്കാന്നോ? ആകാതുള്ളൂ. ഇതെന്തിനാ? അപ്പൊ ഇത് ഫുള്ളായില്ലേ? എന്താ പിന്നെ 150 ഉറുപ്പ്യ ഞാൻ വാങ്ങിയുള്ളാറ്. അത് ഞാൻ പോകലിട്ട് ഞാൻ കറക്റ്റാണ്. നാട്ടിലാണ് ഞാൻ വരാം. നാട്ടിലാ എനക്കതാ ചൂണ്ടിട്ടേക്കണം. മീൻ കിട്ടൂല, മീൻ കിട്ടൂല. അവിടെ കിട്ടിയോ? 150 ഉറുപ്പ്യ 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 150
എന്നോട് ചോദിച്ചില്ലടാ. അതായത് ഞാനിന്ന് നാട്ടിലാണുള്ളത്. നാട്ടിൽ ലോക്കല് പോകുന്നതാണ്. ലൈനിലും അല്ലാതെ നിക്കണില്ല നമ്മള്. നമ്മക്ക് എന്താ വെച്ചാല് നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ ട്രിപ്പ് പരക്കം എവിടെ ചെന്നാലും എനിക്കൊരു ലോക്കലെങ്കിലും കിട്ടുന്നുണ്ടെന്ന്. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെ എന്നും ആണെങ്കിൽ അല്ല, എന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അഹങ്കാരാവും ചെയ്യും. ഓട്ടോറിക്ഷക്കാരൊക്കെ കഴിച്ചിലാവും. ഉള്ള കാര്യം പറയാം. എന്നും ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകാൻ വേണ്ടി പറ്റും എല്ലാ ഓട്ടോക്കാരും. സ്റ്റാൻഡിൽ നിറച്ച് സ്കൂട്ടിയായി എടുത്ത് മാറ്റണം അവിടുന്ന് വണ്ടി. അല്ല വണ്ടിയും അല്ലെ സോറി മൂറിയോ ഓട്ടയുണ്ട്. ഇത് ഓട്ടോ സ്റ്റാൻഡാണേ. ആളാകണൊക്കെ ഉണ്ട്. നമ്മളെ അയലോക്കത്തെക്കണം അവനോടൊക്കെ എന്തായാലും ആളാകാം. പാവാണ്. അവന്റെ വാപ്പാക്കും തന്നെ ഓട്ടോ പണിയാണ്, ഓട്ടോ ഡ്രൈവറാണ്. അവന്റെ വാപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇഞ്ചങ്ങാടിയിൽ ലൈറ്റ് ഇട്ടു. ഇപ്പൊ തിരക്കൊക്കെ മാറിയിട്ടാ. 11 സമയമായി. തിരക്കൊക്കെ മാറി ഫ്രീ ആണ്. ഇഞ്ചങ്ങാടി ലൈറ്റ് ഇട്ടു. ഇന്ന് എന്തൊരു സന്തോഷം അറിയോ. ഇതുപോലെ തെളിഞ്ഞൊരു ഓട്ടോയിൽ കുറേ ആയി. ഒരു 9 മണി വരെ നമ്മളിന്ന് നിൽക്കും, നാളെ പെരുന്നാളായതുകൊണ്ട്. ചെങ്ങൈമാരെ ഒരു ട്രിപ്പ് പോകുന്നതാണ്. മുന്നിൽ നിന്നപ്പോഴേ തിരക്കേടില്ലാത്ത ട്രിപ്പ്. കസ്റ്റമർ അവിടെ ചെരുപ്പം കടയിൽ കയറിയിട്ടുണ്ട്. ഓലിക്ക് എന്താ ചെരുപ്പ് വാങ്ങിയിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കും. 10 മിനിറ്റ് വരെ നമ്മൾ ഫ്രീ വെയിറ്റിംഗ് ആണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രീന്ന് മാറും. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങും. 10-20 ചോദിച്ചു നോക്കും. തരുമില്ലെന്ന് അതറിയില്ല. തരും ആളുകൾ. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് ഇഷ്ടമൊന്നുമില്ല, ആളുകൾക്ക് ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തരും. ഏതായാലും വെയിറ്റിംഗിലാണ്. 9 മണിയായി ഇപ്പോഴും വീട്ടിൽ പോകാതെ ഓടേണ്ടിയാണ്. ചെങ്ങന്മാരെ വീട്ടിലാണ്. ഇന്നത്തെ ഓട്ടം ഞാൻ അവസാനിപ്പിച്ചത് 9:45 ഈ നേരം വരെ ഓടുമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് റെക്കോർഡ് ഓട്ടമാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഓടിയിട്ടില്ല കേട്ടോ അല്ലേ. അതായത് 1370 ഉറുപ്പ്യക്ക് ഞാൻ ഓടി. രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്ക് ഒരു 240 ഉറുപ്പ്യ കിട്ടിയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള സംഖ്യക്കൊക്കെ ഓടിയത്. അപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നമല്ല. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങുക അല്ലെങ്കിൽ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങുക എന്നുള്ളത് നമ്മൾക്കൊരു നിശ്ചിത സമയം വെക്കാം എന്ന് തന്നെ ഉള്ളൂ. പക്ഷേങ്കിൽ ആ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഓട്ടം കിട്ടും എന്നുള്ളതില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇറങ്ങിയത് 9:30-9:45 ആ നേരത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു സംഖ്യക്ക് ഓടാൻ വേണ്ടി പറ്റി. ഇതിനേക്കാൾ നേരത്തെ ഇറങ്ങിയ ദിവസങ്ങൾ നമ്മളുണ്ട്. അന്നൊന്നും നമുക്ക് ഇതിനടുത്തേക്ക് പോലും ഇതിൻ്റെ പകുതി പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് കരുതുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് 6 മണിക്ക് ഇറങ്ങുന്നതാണ്. 6 മണിക്കൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കഴിയണം. ഇനിയിപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം തന്നെ 10 മണിയായി. 10 മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ 10:30 ആവും. 10:30 തന്നെ എഡിറ്റിങ് തുടങ്ങിയാൽ തന്നെ ക്യാമറ ഡൗൺലോഡിങ് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയാൽ തന്നെ 10:30, 11:30, 12:30, 1:30 3 മണിക്കൂറോളം നമുക്ക് സമയം വേണം. അപ്പോൾ 1:30 ആവുന്ന കിടക്കാൻ. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് രാവിലെ എണീക്കാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ഇന്ന് നല്ല ഓട്ടമായിരുന്നു. ഒന്ന് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ ഓടാൻ വേണ്ടി പറ്റി. എല്ലാ ദിവസവും ഇല്ലായ്മ മാത്രമേ ഞാൻ പറയരുത്. ഇന്ന് ഉള്ളതാണ് പറയുന്നത്. രാജാവാണെന്ന് അല്ലേ. രാജാവാണ്. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ നാളെ വരാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ദിവസം ഇന്ന് കാണുന്ന ദിവസം പെരുന്നാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.